നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഖുർആൻ സ്റ്റഡി സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് ഗ്രൗണ്ടിൽ ഖുർആൻ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ സ്റ്റഡി സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ ഖുർആൻ സമ്മേളനവും അവാർഡ് ദാനവും പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടം ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനോ സാധാരണക്കാർക്ക് കഴിയാതെ പോയ ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, അങ്ങനെ സാധാരണക്കാർ അതിൻ്റെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കാലഘട്ടവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, മുസ്ലിം ജനസാമാന്യം ഇന്ന് വളരെ വ്യാപകമായി വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥാശയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ റെക്ടർ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. 2025 വാർഷിക പരീക്ഷയിലെ സംസ്ഥാനതല റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. പാളയം ഇമാം ഡോക്ടർ വി സുഹൈബ് മൗലവി, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് PTP സാജിദ, മുഫ്തി അമീൻ മാഹി എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ സയ്യിദ് എലങ്കമൽ നന്ദിയും പറഞ്ഞു. ബഷീർ മുഹ്യുദ്ദീൻ, അഡ്വക്കേറ്റ് മുബഷിർ അസ്ഹരി എന്നിവർ നയിച്ച ഖുർആൻ ഹൃദയ വസന്തം പരിപാടി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.